2016 ജൂൺ 28 പുലർച്ചെ 3:30 നാടിനെ നടുക്കിയ ക്രൂരമായ കൊലപാതകം നടന്നത്. മങ്കട കൂട്ടിൽ സ്വദേശിയായ നസീർ ഹുസൈൻ പ്രവാസിയുടെ ഭാര്യയുടെ വീട്ടിലെത്തിയെന്നാരോപിച്ച് സദാചാര പോലീസ് ചവഞ്ഞെത്തിയ സംഘം ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. നായകത്ത് വീട്ടിൽ അബ്ദുൽ നാസർ, സഹോദരൻ ഷറഫുദ്ദീൻ, പട്ടിക്കുത്ത് സുഹൈൽ, അബ്ദുൽ ഗഫൂർ, സക്കീർ ഹുസൈൻ എന്നിവരെയാണ് കോടതി കുറ്റക്കാരായി കണ്ടത്. നസീർ ഹുസൈൻ ഒരു സ്ത്രീ കൂട്ടിലുള്ള അയാളുടെ സുഹൃത്തായ ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് പോയി. അവിടുന്ന് അദ്ദേഹം ഭക്ഷണം കഴിച്ചു. രാത്രി ഒരു 11:45 മണിയായപ്പോഴാണ് അവിടെ എത്തിയത്. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. അവിടെ ഇരുന്ന് സംസാരിക്കുന്നതിനിടയിൽ ഏകദേശം രാത്രിയിൽ ഒരു 1:45 മണിയായപ്പോഴത്തേക്ക് ഈ കേസിലെ 8 പ്രതികൾ സംഘം ചേർന്ന് അവിടെ എത്തി. വീടിൻ്റെ അടുക്കളവാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടന്ന് അവിടെ ഉണ്ടായിരുന്ന വിറകുപുരയിൽ ഉണ്ടായിരുന്ന വിറകും കഷ്ണങ്ങളെടുത്ത് അവിടുന്ന് കണ്ട നസീർ ഹുസൈനെ അടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കേസ്. ഈ കേസിൽ കൊലക്കുറ്റത്തിന് 302 വകുപ്പ് അനുസരിച്ച് കുറ്റക്കാരാണെന്ന് കണ്ടത് മിനിമം ശിക്ഷ ജീവപര്യന്തം തടവാണ്. അതിൽ കുറഞ്ഞൊരു ശിക്ഷയും പ്രതീക്ഷിക്കും. പ്രതികൾ വീടിന്റെ വാതിൽ തകർത്ത് അകത്ത് കയറി വടിവാളുകളും പട്ടികകളും ഉപയോഗിച്ച് നസീറിനെ മർദ്ദിക്കുകയായിരുന്നു. മൃതപ്രായനായ നസീറിനെ വെള്ളം നൽകാനോ ആശുപത്രിയെത്തിക്കാനോ പ്രതികൾ അനുവദിച്ചില്ലെന്ന് പ്രോസിക്യൂഷൻ കണ്ടെത്തി. ചെന്നൈക്കുന്നൻ ഷഫീഖ്, പറമ്പാട്ട് മൻസൂർ, അമ്പലപ്പള്ളി അബ്ദുൽ നാസൂർ എന്നിവരെ കോടതി വെറുതെ വിട്ടു. 69 സാക്ഷികളെ വിസ്തരിച്ച കേസിൽ 8 വർഷത്തെ നിയമപോരാട്ടത്തിനൊടുവിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ബുധനാഴ്ച ശിക്ഷാവിധി കൂടി വരുന്നതോടെ മങ്കടയെ നടുക്കിയ കൊലപാതക കേസിൽ ആദ്യഘട്ട നിയമ നടപടികൾ പൂർത്തിയാകും.